ഹായ് ഓൾ, വെൽക്കം ടു ഡിസൈൻ സ്കൂൾ. എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഡിസൈനിങ് പഠിക്കുന്നത്. യൂട്യൂബ് നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പോസിബിലിറ്റീസ് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മളെല്ലാവരും ലൈക്ക് ഇപ്പോൾ ഡിസൈൻ സ്കൂളിൽ വരുന്ന സ്റ്റുഡൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ആവുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ടൂൾസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ അവരെ മൈൻഡ് സെറ്റിൽ വരുന്നൊരു കാര്യം. ഓക്കെ, ഫോട്ടോഷോപ്പ് പഠിക്കുക, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ പഠിക്കുക, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്റ്റ്, അങ്ങനെ അതൊക്കെ ഒന്ന് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ചാലഞ്ച്. പക്ഷേ ഇത് ഗ്രാജുവലി അവർക്ക് ടൂൾസ് അവരെ കയ്യിൽ ഒതുങ്ങി, അല്ലെങ്കിൽ ടൂൾസ് കയ്യിൽ കിട്ടുന്നുണ്ട്, അത് പഠിക്കാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവുന്ന വേറൊരു പോയിൻ്റാണ് നമ്മളെ പ്രോസസ്സും നമ്മളെ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. യൂട്യൂബിൽ നിന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറേ ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ ഡിസൈൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസും കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ ട്യൂട്ടോറിയൽസ് ആയിരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ടാവും, കുറേ ടൂൾസിൻ്റെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതിലൊരു സ്ട്രക്ചറലി നമുക്ക് എവിടെയാ എത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ ഇപ്പോൾ ഞാൻ പഠിക്കുന്നുള്ളത്, ആൻഡ് ഇതിൽ എനിക്കിപ്പോൾ വേണ്ടത് എന്താണ്, ഞാനിപ്പോൾ നിന്നിട്ടുള്ള ഫേസ് എന്താണ്, നെക്സ്റ്റ് എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു സ്റ്റക്ക് പോയിന്റിലായിരിക്കും നമ്മൾ യൂട്യൂബിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡിസൈൻ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഒരു സ്റ്റുഡൻറ്റിന് അവരെ ഒബ്സർവേഷൻ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ നീഷ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ നീഷ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതിലൂടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. യൂട്യൂബ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോയിലേക്കുള്ള ടൂൾസിൻ്റെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്ത് അത് നമുക്ക് കോൺഫിഡൻ്റ്ലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് വേണ്ടത് ആ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. ആൻഡ് ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള പൊസിഷൻ ഒരു സീനിയർ പൊസിഷനോ, അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറോ ആകുന്ന സമയത്തേക്ക് നമുക്ക് നമ്മളെ താഴെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ മെൻറ്ററായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമ്മളെ ഐഡിയാസോ നമ്മളെ കോൺസെപ്റ്റോ പറഞ്ഞു കൊടുക്കാനോ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതുണ്ടാവുന്നത് എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസിലൂടെയാണ്. ഡിസൈൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രോസസ്സ്, ലൈക്ക് അവർ കോഴ്സിന് ജോയിൻ ചെയ്തത് തൊട്ട് അവർക്ക് ഉണ്ടാവുന്ന കുറച്ചധികം എക്സ്പീരിയൻസുകളുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരാളപ്പുറത്ത് നിന്നിട്ട് ഒരു കണ്ടന്റ് രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നമ്മൾ മോഡ്യൂൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു സ്റ്റുഡൻറ്റിന് ആ പ്രോജക്റ്റ് ചെയ്തിട്ട് അവർ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്കൊരു ജോബിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ആയിട്ടായിരിക്കും അവരെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ആൻഡ് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരുന്നിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനിലൂടെ പോകാന്നുള്ളത്, ആൻഡ് അതേപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്കും ആൻഡ് കറക്ഷൻസിലൂടെയും ഒരു പ്രോജക്റ്റിന് കിട്ടുന്ന കുറച്ചധികം ബെനിഫിറ്റുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം അഡ്വാൻറ്റേജുകളുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്ലിയർ കട്ടായിട്ട് കിട്ടണം എന്നില്ല. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളെ കണ്ടന്റ് കേൾക്കുക ആൻഡ് അതുപോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നമ്മളെ തോട്ട് പ്രോസസ്സിനെയോ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ ഐഡിയാസ് ഷെയർ ചെയ്യാനോ പറ്റുന്നൊരു സ്പേസ് ആയിരിക്കണം എന്നില്ല. ആൻഡ് അവിടെയാണ് ഡിസൈൻ സ്കൂളിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസ്. ആൻഡ് ഇതിൽ ലൈക്ക് നമ്മൾ ഏത് നീഷിലേക്കാണ് പോകേണ്ടത്, എനിക്ക് ഏതാണ് സ്കിൽ ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ആൻഡ് എനിക്ക് ബെറ്റർ വീഡിയോ എഡിറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആണോ, അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യുന്നത് റൈറ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ ഗുഡ് ഡിസൈനും ബാഡ് ഡിസൈനും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ തൊട്ട് അതിനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല്, അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള സ്കില്ല്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡിസൈൻ സ്കൂളിലൂടെ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വേയിലൂടെ തന്നെ പഠിക്കേണ്ടതുണ്ടാവും. ടീം വർക്ക്, ഒബ്സർവേഷൻ, പ്രോസസ്, കമ്മ്യൂണിറ്റി,
ഇതൊക്കെ ആയിരിക്കും നമുക്കൊരു ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. ആൻഡ് യൂട്യൂബിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും, ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, ആൻഡ് കുറേ ക്രിയേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. പക്ഷെ അതിനപ്പുറത്തോട്ടേക്ക് ഒരു സ്പേസിൽ ഇരുന്നിട്ട് ബിൽഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതും അത് സംസാരിക്കുമ്പോഴാണ് ഒരു ക്രിയേറ്റീവ് ഡിസൈനർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഒരു ഗ്രേറ്റ് ഡിസൈനർ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ പോകണം. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ദെൻ ഓക്കെ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജസ്റ്റ് ജോയിൻ അവർ ഡിസൈൻ കമ്മ്യൂണിറ്റി.